നമുക്കെല്ലാം പരിചയമുള്ള രണ്ട് വാക്കുകളാണ് ഫസ്റ്റ് ഹാൻഡ് സ്മോക്കിങ്ങും സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് അഥവാ പാസീവ് സ്മോക്കിംഗ്. അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്നാമതൊരു വാക്കാണ് തേർഡ് ഹാൻഡ് സ്മോക്കിംഗ്. എന്താണ് തേർഡ് ഹാൻഡ് സ്മോക്കിംഗ്? നമ്മുടെ നാട്ടിലെ രണ്ട് രീതിയിലാണ് പുകയില ഉപയോഗിക്കുന്നത്. ഒന്ന് സ്മോക്ക്ലെസ് ടൊബാക്കോ എന്ന് പറയും, പാൻ മസാലകള്, അതുപോലെ തന്നെ ബീറ്റിൽ ക്വിഡ് അങ്ങനെയുള്ള സാധനങ്ങളും. രണ്ടാമത് സ്മോക്കിംഗ് ടൊബാക്കോ, സിഗരറ്റ്സ്, ബീഡി, സിഗാർസ് അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതിൽ സ്മോക്ക്ലെസ് ടൊബാക്കോ ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് മാത്രമാണ് ക്യാൻസർ റിസ്ക് ഉണ്ടാക്കുന്നത്. എന്നാൽ മറ്റേ സൈഡിൽ സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾ അവർക്ക് മാത്രമല്ല അവരെ കൂടെ ജീവിക്കുന്നവർക്കും ക്യാൻസർ റിസ്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്. തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു വീട്ടിലെ റൂമിൽ ഇരുന്ന് വലിക്കുന്ന ആള് ആ സ്മോക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കൽ കോമ്പൗണ്ട്സ് എല്ലാം പതുക്കെ സെറ്റിൽഡ് ആവും. ഈ സെറ്റിൽ ആവുന്നത് മിക്കവാറും വീട്ടിലാണെങ്കിൽ വീട്ടിലെ ഫർണിച്ചറിന്റെ മുകളിലോ കർട്ടന്റെ മുകളിലോ, കുട്ടികളുള്ള വീടുകളാണെങ്കിൽ അവരുടെ ടോയ്സിന്റെ മുകളിലോ ആകും. ഇതവിടെ ആഴ്ചകളോളോ ചിലപ്പോൾ മാസങ്ങളോളോ ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന പാർട്ടിക്കിൾ അവിടെ നിലനിൽക്കാം. ഈ പാർട്ടിക്കിൾസിന് എക്സ്പോസ് ആവുന്ന ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ചും കുട്ടികളിൽ. അപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വന്തമായിട്ട് ക്യാൻസർ ഉണ്ടാക്കുക മാത്രമല്ല അവരെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും ക്യാൻസർ റിസ്ക് വളരെയധികം കൂട്ടുകയാണ് ചെയ്യുന്നത്.